ഗുഡ് ഈവനിങ് ലേണേഴ്സ്. ഇന്ന് നമ്മളുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അതിനകത്ത് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ കാർഡിനൽ അപ്രോച്ച്. നമുക്കറിയാം, ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സംതൃപ്തി പരമാവധിയിൽ എത്തിക്കുക എന്നുള്ളതിൽ. അപ്പം അത് കാരണം ഇതിനെക്കുറിച്ച് കമ്പനികൾ, വിവിധ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ പല പല വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ കൺസ്യൂമേഴ്സിനെ തൃപ്തിപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കേണ്ടത്. കാരണം കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതല്ല അവിടെ പ്രധാനം. കൺസ്യൂമേഴ്സിന് എന്താണ് ആവശ്യമുള്ളത് അത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. കാരണം ട്രഡീഷണൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതെല്ലാം വളരെ പഴയതായി ഒബ്സലീറ്റായി. നേരെ മറിച്ച് ഇന്നിപ്പോൾ നമുക്കുള്ളത് ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ട്. മോർ ആൻഡ് മോർ ഇൻഫോംഡ് കൺസ്യൂമേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്റർനെറ്റ് പെനട്രേഷൻ വളരെയധികമായിട്ട് കൂടുതലാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇപ്പം മോഡേൺ ഈറ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ബ്രെയിൻ വാഷ്ഡ് ബൈ ദി അഡ്വർടൈസേഴ്സ് ത്രൂ ദെയർ ഡിഫറെൻറ്റ് അഡ്വർടൈസ്മെന്റ്സ്. അപ്പം അത് കാരണം കൺസ്യൂമർ ബിഹേവിയർ ഇറ്റ് ഹാസ് ബിക്കം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് എന്താണ് യൂട്ടിലിറ്റി, എന്താണ് കൺസ്യൂമറിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെ ഏറ്റവും ബേസ് ആണ് യൂട്ടിലിറ്റി. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു വസ്തു നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്, വിപണിയിൽ പോയിട്ട് നമ്മൾ മേടിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കാരണം നമ്മൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടും, അല്ലെങ്കിൽ യൂട്ടിലിറ്റി കിട്ടും, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപയുക്തത കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു കൺസ്യൂമറിന് കിട്ടുന്ന വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടാക്കണമെന്നില്ല. ഇറ്റ് മേ ബി പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ഇന്ത്യ ഓർ ഇറ്റ് മേ ബി പ്രൊഡ്യൂസ്ഡ് എബ്രോഡ്. ഇതെല്ലാം നമ്മൾക്ക് അത് നമ്മൾ മേടിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉപയുക്തത കിട്ടണം. അതാണ് ഒരു കൺസ്യൂമറുടെ ലക്ഷ്യം. അത് കാരണമാണ് നമ്മൾ പറഞ്ഞത് കൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റി അത് കൺസ്യൂമർ ഡിമാൻഡിൻ്റെ ഏറ്റവും ബേസാണ്. അപ്പോൾ എന്താണ് നമ്മളെ യൂട്ടിലിറ്റി, എന്താണ് ഉപയുക്തത, എന്താണ്? അതൊരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്. കാരണം ഒരാൾക്ക് കിട്ടുന്ന തൃപ്തി മറ്റൊരാൾക്ക് അത് കിട്ടണമെന്നില്ല. ഇപ്പോൾ ബ്യൂട്ടി ഈസ് സബ്ജക്റ്റീവ്. അതേപോലെ തന്നെ ഒരാൾക്ക് കിട്ടുന്ന ഒരു വസ്തുവിൽ നിന്ന് കിട്ടുന്ന ഗുണം അല്ലെങ്കിൽ യൂട്ടിലിറ്റി മറ്റൊരാൾക്ക് കിട്ടണമെന്നില്ല. ഓറഞ്ച് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി എന്തുമാത്രം ഓറഞ്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനോട്ട് വലിയ താല്പര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് അയാൾക്ക് ആപ്പിളാണ് ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹം ആപ്പിൾ കഴിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പരമാവധി ഉപയുക്തത അതിൽ നിന്ന് കിട്ടിയിരിക്കും. അപ്പോൾ യൂട്ടിലിറ്റി വളരെ സൈക്കോളജിക്കലാണ്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് വ്യത്യാസമായിരിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഉദാഹരണം പറഞ്ഞു. ഓറഞ്ച് ഇഷ്ടപ്പെടാത്ത ആൾക്ക് ഓറഞ്ച് കൊടുത്തിട്ട് കാര്യമില്ല, ആപ്പിൾ ഇഷ്ടപ്പെടാത്തവർക്ക് ആപ്പിൾ കൊടുത്തിട്ട് കാര്യമില്ല. ആപ്പിൾ രണ്ടുപേർക്ക് ആപ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ആൾ എന്തുമാത്രം ആപ്പിൾ തിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇൻഡിഫറൻ്റ് ആയിട്ട് നിസ്സംഗതയായിട്ട് അദ്ദേഹം ആ ആപ്പിൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണമില്ല. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി? അതൊരു സാറ്റിസ്ഫാക്ഷൻ, ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു വെൽബീയിങ്ങിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി, അതിൻ്റെ ഒരു വെൽബീയിങ് ആണ്. ആ വസ്തു നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കളുടെ ഉപയുക്തത ആബ്സല്യൂട്ടാണ്. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു പെൻ. എഴുതാൻ അറിയാൻ പാടാത്ത ആളിനും പേന വേണമെങ്കിൽ കുത്തിക്കൊണ്ട് നടക്കാം. പക്ഷെ എഴുതുമ്പോൾ മാത്രമേ അതിൽ നിന്ന് പിന്നെ ഉപയുക്തത കിട്ടുള്ളൂ. അപ്പൊ പെന്നിനകത്ത് അബ്സല്യൂട്ട് ആയിട്ടുള്ള യൂട്ടിലിറ്റി അതിൽ നിന്ന് തന്നെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ആരാണ് ഉപയോഗിക്കുന്നത്? ഷേക്സ്പിയർ ബുക്കും കൊണ്ട് വെച്ചിട്ട് നടക്കും. പക്ഷെ വായിക്കാൻ അറിയാത്ത ആൾ ഷേക്സ്പിയറിന്റെ ബുക്കും വെച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല. അത് വായിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഗുണം കിട്ടുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അഡ്വർടൈസേഴ്സ് നമ്മൾ പറഞ്ഞ ദ മോഡേൺ വേൾഡിൽ നമുക്ക് ധാരാളം അഡ്വർടൈസ്മെന്റ്, നമ്മളിപ്പോൾ ടി വി നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗവും അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പോൾ അഡ്വർടൈസേഴ്സ് ഇപ്പം നമ്മൾ ഓരോ കൺസ്യൂമേഴ്സിനും അവരുടെ ഇഷ്ടം എന്താണെന്ന്, അവരുടെ പ്രെഫറൻസസ് എന്താണെന്ന് അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് അവെയർ ആക്കുന്നതിന് കൺസ്യൂമേഴ്സിന് ഇന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഉണ്ട്, അതിൻ്റെ ഗുണങ്ങൾ ഇതെല്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ. ഇനി എന്താണ്
ബന്ധം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാണ്ട്, യൂട്ടിലിറ്റി, കൺസംഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ വാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിമാൻഡ് അല്ലേ, ആദ്യം തന്നെ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് എന്താണ്? ഇറ്റ് ഈസ് എ ഡിസയർ. അത് നമുക്ക് മേടിക്കാനുള്ള ആഗ്രഹം വേണം. ബാക്ക്ഡ് ബൈ എബിലിറ്റി, അത് നമുക്ക് മേടിക്കാനായിട്ടുള്ള കഴിവ് വേണം. കഴിവ് മാത്രം പോരാ, നമ്മൾക്ക് അത് മേടിക്കാനായിട്ടുള്ള സന്നദ്ധതയും കൂടി വേണം. എബിലിറ്റി ആസ് വെൽ ആസ് വില്ലിങ്നെസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു കൺസ്യൂമർ എ എന്നൊരു ഗുഡ് മേടിക്കുകയോ അല്ലെ ബി എന്നൊരു ഗുഡ് മേടിക്കുകയോ അല്ലെ സി എന്ന ഗുഡ് മേടിക്കുകയോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ദീസ് ഗുഡ്സ് മേടിക്കുകയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കാരണം ആ കമോഡിറ്റി ഹാസ് ഗോട്ട് സം വാണ്ട് സാറ്റിസ്ഫൈങ് പവർ. അപ്പൊ നമ്മൾ ആഹാരം കഴിക്കുന്ന ആ ആഹാരത്തിന് നമ്മളുടെ വിശപ്പ് തൃപ്തിപ്പെടുത്താനായിട്ടുള്ള കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വാണ്ട് റിക്കറിങ് ആണ്. ഉച്ചയാകുമ്പോൾ നമ്മൾക്ക് വീണ്ടും വിശക്കും. മോർണിംഗ് നമ്മൾ ഒരു സംച്വസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ വി മേ ബി ഇൻ ഫോർ നമുക്കൊരു ഇത് വേണം, നമുക്കൊരു ലഞ്ച് വേണം. അപ്പോൾ ഒരു ലിപ്സ് സ്മാക്കിംഗ് ആയിട്ടുള്ള സംച്വസ് ആയിട്ടുള്ള ഒരു ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ വിചാരിക്കും ഫോർ ദ ടൈം ബീങ് ഐ എം വെരി വെരി ഹാപ്പി. നോ, ഈവനിങ് ആകുമ്പോൾ വീണ്ടും നമ്മൾക്ക് അത് റിക്കർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു വസ്തു നമ്മൾ മേടിക്കുന്നത്? കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന് നമ്മളുടെ ആവശ്യം തൃപ്തിപ്പെടുത്താനായിട്ടുള്ള കഴിവുണ്ട്. ഇനി യൂട്ടിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ മനസ്സിൽ വെക്കണം. നമ്മൾ പറഞ്ഞു ഇക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഡെഫിനിഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അതർ തിങ്സ് റിമെയിനിങ് ദ സെയിം. എപ്പോഴും കുറെ അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസ് ഹോൾഡ് ചെയ്താൽ മാത്രമേ ഇക്കണോമിക്സിന്റെ ലോ യഥാർത്ഥത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. അതർ തിങ്സ് പാരിബൂസ് സെട്രിസ് എക്സെട്ര എന്ന് പറയുന്ന പോലെ മറ്റു കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല എങ്കിൽ അതേപോലെ തന്നെ നമുക്ക് യൂട്ടിലിറ്റിയെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് വെക്കണം. ആദ്യം തന്നെ യൂട്ടിലിറ്റി എന്താണ്? ഇറ്റ് ഈസ് എ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ. ഒരു കമോഡിറ്റിയുടെ നമ്മുടെ ആവശ്യം തൃപ്തിപ്പെടുത്താനായിട്ടുള്ള കഴിവിനാണ് നമ്മൾ പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് മീൻസ് യൂട്ടിലിറ്റി വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു റോസാപ്പൂ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, വേറൊരാൾക്ക് മറ്റു ഏതെങ്കിലും പൂവായിരിക്കും ഇഷ്ടം. അപ്പൊ അത് രണ്ടുപേർക്കും റോസാപ്പൂ തന്നെ ഇഷ്ടപ്പെടണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പൊ ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ദെൻ സമയാസമയങ്ങളിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ ഡിഫറെന്റ് കൺസംഷൻ ലെവലിൽ വ്യത്യാസം വരും. അത് വന്ന് ചില കൺസ്യൂമേഴ്സിൽ ചില മൂഡുണ്ട്, ആ മൂഡ് അനുസരിച്ച് അവർക്ക് ചില വ്യത്യാസം വരും. ഇന്നലെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇന്ന് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്നലെ ഇഷ്ടപ്പെട്ടത് കാരണം നാളെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഹോസ്റ്റലിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരേ തരത്തിലുള്ള ഫുഡ് കൊടുത്താണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു മെർമറിങ് ഉണ്ടാവും, ഇതെന്താ എല്ലാ ദിവസവും ഇത് തന്നെ. കാരണം ഇന്നലെ ഇഷ്ടപ്പെട്ട സാധനം ഇന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി യൂട്ടിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുക, ഇത് ഈ മൂന്ന് കൺസെപ്റ്റുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൺസ്യൂമർ ബിഹേവിയറെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇനീഷ്യൽ യൂട്ടിലിറ്റി എന്താണ്? നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് വസ്തുവാണ് നമ്മൾക്ക് കഴിക്കുന്നോ അതിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത നമ്മൾ പറയുന്നത് ഇനീഷ്യൽ യൂട്ടിലിറ്റി. നമ്മളുടെ മുമ്പിൽ ഒരു 5 ആപ്പിൾ ഇരിപ്പുണ്ട്. 5 ആപ്പിൾ നമ്മൾ കഴിച്ചിട്ടില്ല. ആദ്യത്തെ ആപ്പിൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തിയെ നമ്മൾ പറയുന്നത് ഇനീഷ്യൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി. ഈ 5 ആപ്പിൾ കഴിച്ചതിന് ശേഷം നമ്മൾക്ക് അതിൽ നിന്ന് മൊത്തമായിട്ട് കിട്ടിയിരിക്കുന്ന യൂട്ടിലിറ്റിയെ നമ്മൾ പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. I repeat once more, initial utility means ആദ്യമായിട്ട് നമ്മൾ ഏത് വസ്തുവാണോ ആപ്പിൾ ആണ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആദ്യത്തെ ആപ്പിളിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയെ നമ്മൾ പറയുന്നത് ഇനീഷ്യൽ യൂട്ടിലിറ്റി. മൊത്തം 5 ആപ്പിൾ ഉണ്ടെങ്കിൽ 5 ആപ്പിളിൽ നിന്നും, അല്ലെങ്കിൽ 2 ആപ്പിൾ നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 2 ആപ്പിളിൽ നിന്നും മൊത്തമായിട്ട് കിട്ടുന്ന യൂട്ടിലിറ്റിയെ ഉപയുക്തതയാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി. പിന്നെയാണ് മാർജിനൽ യൂട്ടിലിറ്റി. മറക്കരുത് ഈ പോയിന്റുകൾ 3. മാർജിനൽ യൂട്ടിലിറ്റി ഞാൻ പറഞ്ഞു ദ അഡീഷൻ മെയ്ഡ് ടു ദ ടോട്ടൽ യൂട്ടിലിറ്റി വെൻ കൺസംപ്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. അതായത് ആദ്യത്തെ ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പിന്നീട് ചോദിക്കും, എന്തുകൊണ്ടാണ് സാറേ ഇങ്ങനെ ആദ്യത്തെ ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? അതല്ല, ഇതിന്റെ ക്രിറ്റിസിസമായിട്ട് വരും. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. മാർജിനൽ യൂട്ടിലിറ്റി മീൻസ് ആദ്യത്തെ ഒരു ആപ്പിൾ നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് 20 യൂട്ടിൽസ്, ഇക്കണോമിക്സിൽ പറഞ്ഞ യൂട്ടിൽസ് അല്ലെങ്കിൽ 20 യൂണിറ്റ് നമുക്ക് സംതൃപ്തി കിട്ടുമെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ആപ്പിളും കൂടി നമ്മൾ കഴിക്കുമ്പോൾ 20ൽ നിന്ന് 25 യൂണിറ്റ് ആയിട്ട് നമുക്ക് യൂട്ടിൽസ് ആയിട്ട് നമുക്ക് നമ്മളുടെ സംതൃപ്തി വർദ്ധിച്ചെന്ന് വെക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് 20ൽ നിന്ന് 25 ആയത്?
കാരണം നമ്മൾ ഒരു ആപ്പിളും കൂടി കൺസ്യൂം ചെയ്ത്. അപ്പൊ അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി, ആദ്യത്തെ ടോട്ടൽ യൂട്ടിലിറ്റി മീൻസ് 20 അതിനകത്ത് എന്തുമാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്? 5. കാരണം എന്താണ്? ഒരു ആപ്പിളും കൂടി നമ്മൾ കൺസ്യൂം ചെയ്ത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അഡീഷൻ ടു ദ ടോട്ടൽ യൂട്ടിലിറ്റി വെൻ കൺസംഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. ആദ്യത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ 20 കിട്ടി, രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ 25 അപ്പൊ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? 5. മൂന്നാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ 35 അപ്പൊ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? 35 മൈനസ് 25 10. മനസ്സിലായോ? അങ്ങനെയാണ് ഈ മാർജിനൽ യൂട്ടിലിറ്റി കണക്കാക്കുന്നത് എങ്ങനെയാണ്? മറക്കരുത്, ഐ റിപ്പീറ്റ്, ഇനീഷ്യൽ യൂട്ടിലിറ്റി എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇനി സബ്സെക്വന്റ് ആയിട്ട് നിങ്ങൾക്ക് പലപ്പോഴും പറയും. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇനി എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താണെന്ന് നോക്കിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി, യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് കൺസ്യൂം, എന്തും ആയിക്കോട്ടെ. ആദ്യത്തെ യൂണിറ്റ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ 6 യൂണിറ്റ്സ് അല്ലെങ്കിൽ യൂട്ടിൽസ് എന്നാണ് നമ്മൾ എക്കണോമിക്സിൽ അവർ പറയുന്നത്. യൂട്ടിൽസ് നമ്മൾ പറഞ്ഞ യൂണിറ്റ്, 6 യൂണിറ്റ് യൂട്ടിലിറ്റി നമുക്ക് കിട്ടി. മാർജിനൽ യൂണിറ്റ് എത്ര? ആദ്യമായിട്ട്, കാരണം ആദ്യത്തെ ഒരു വസ്തുവാണ് നമ്മൾ കൺസ്യൂം ചെയ്ത് കാരണം മൊത്തം ഉപയുക്തതയും മാർജിനൽ ആയിട്ടുള്ള ഉപയുക്തതയും രണ്ടും തുല്യമാണ്. സോ ആദ്യത്തെ ഒരു യൂണിറ്റ് ആപ്പിൾ, ഒരു ആപ്പിൾ നമ്മൾ കഴിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 6, മാർജിനൽ യൂട്ടിലിറ്റിയും 6. അടുത്ത നോക്കിക്കോളുക, രണ്ടാമത് നമ്മൾ ഒരു ആപ്പിൾ കഴിക്കണേ, അപ്പൊ എത്രയായി? ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് 10 കിട്ടിയിരിക്കുന്നത്. എന്തുമാത്രമാണ് ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് അഡീഷൻ വന്നത്? നോക്കിയേ, മാർജിനൽ യൂട്ടിലിറ്റിയുടെ കോളം നോക്കിയേ, 4. 6 4 10. അങ്ങനെ നമുക്ക് 10 എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? 4. എന്തുകൊണ്ടാണ് നമുക്ക് 6ൽ നിന്ന് 10 വർദ്ധിക്കാനായിട്ടുള്ള കാരണം എന്താണ്? ഒരു ആപ്പിളും കൂടി, ആദ്യത്തെ 2 ആപ്പിളല്ല ഇത് വെച്ചേക്കുന്നത്, ആദ്യം ഒരു ആപ്പിള്, രണ്ടാമത് ഒരു ആപ്പിള്, മൂന്നാമത് ഒരു ആപ്പിള്, നാലാമത് ഒരു ആപ്പിള്, അഞ്ചാമത് ഒരു ആപ്പിള്, ആറാമത് ഒരു ആപ്പിള്, അങ്ങനെ മൊത്തം 6 ആപ്പിളേ ഉള്ളു. അപ്പൊ ആദ്യത്തെ ഒരു വസ്തു നമ്മൾ ആപ്പിൾ കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി 6 കിട്ടി. ആദ്യത്തേത് കാരണം ടോട്ടൽ യൂട്ടിലിറ്റി 6, മാർജിനൽ യൂട്ടിലിറ്റിയും 6. രണ്ടാമത്തെ നമ്മൾ കൺസ്യൂം ചെയ്തപ്പോൾ, രണ്ടാമത്തെ ആപ്പിൾ കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കുറച്ചും കൂടെ കൂടി, അത് 6ൽ നിന്ന് 10. എന്തുമാത്രമാണ് കൂടിയത്? 4 യൂണിറ്റ് ആയിട്ട് കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 4 യൂണിറ്റ് കൂടിയത്? മാർജിനൽ യൂട്ടിലിറ്റി കൂടിയതിന്റെ കാരണം രണ്ടാമതൊരു ആപ്പിളും കൂടെ കൂടി. നോക്കിക്കൊള്ളുക. പക്ഷേ ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? തിന്നും തോറും ഇപ്പൊ ആഹാരം കഴിക്കുന്നവർ ആദ്യം നമ്മൾ ആക്രാന്തത്തോടും ചിലപ്പോൾ ആഹാരം കഴിക്കും. പക്ഷെ അതിങ്ങനെ നിങ്ങൾ പോകും തോറും, നമ്മൾ കഴിക്കും തോറും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. ആദ്യത്തെ കഴിച്ചപ്പോൾ 6, രണ്ടാമത് കഴിച്ചപ്പോൾ 10, മൂന്നാമത് കഴിച്ചപ്പോൾ 12 യൂണിറ്റ് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി. വയറ് ഫുള്ളാണ്, കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഫ്രണ്ട്സ് പറഞ്ഞ് താൻ ഒരെണ്ണം കൂടെ കഴിക്കണോ എന്ന് പറയുന്നേ. അപ്പോൾ നമുക്ക് ഒരു 4ാമത്തെ കൂടെ കഴിച്ചപ്പോൾ നമുക്ക് ഒരു വ്യത്യാസമില്ല, മൊത്തം യൂട്ടിലിറ്റി അവിടെ തന്നെ നിൽക്കണേണ്. 5ാമത് കഴിച്ചപ്പോൾ നോക്കിയ നെഗറ്റീവായി, താഴ്ന്നു, ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ്. 10 6ാമത്തെ കഴിച്ചപ്പോൾ 6. ഇനി നമുക്ക് നോക്കിയേ മാർജിനൽ യൂട്ടിലിറ്റി നോക്കിയേ, ആദ്യത്തേത് കഴിച്ചപ്പോൾ 6, രണ്ടാമത് കഴിച്ചപ്പോൾ 4, മൂന്നാമത് കഴിച്ചപ്പോൾ 2, 4ാമത് കഴിച്ചപ്പോൾ നമ്മൾ 12 നിൽക്കുന്നത്, 0. 5ാമത്തെ പോയിന്റ് നോക്കുക. മനസ്സിലായോ? ചിലവരൊക്കെ നിർബന്ധിച്ച് പിന്നെ എന്തിരിക്കും? വാട്ട് ഹാപ്പൻസ്? സംടൈംസ് യു മേ ഹാവ് ടു വൊമിറ്റ് ഇറ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ ഛർദ്ദിച്ച് പുറത്ത് കളയേണ്ടി വരും, വയറ് ഫുള്ളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി എത്തിയതിന് ശേഷം, ഒരു പരിധി എത്തുന്നവരെ ടോട്ടൽ യൂട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ടോട്ടൽ യൂട്ടിലിറ്റി ആ ഒരു പരിധി എത്തിയതിന് ശേഷം കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ മാർജിനൽ യൂട്ടിലിറ്റി അങ്ങനെയല്ല. മനസ്സിലായോ? ആദ്യം തൊട്ട് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു. ആദ്യത്തെ 6, 4, 2, 0, 2, 4. ഇതിനകത്തൊരു നമുക്ക് നിയമമുണ്ട്, ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇക്കണോമിക്സിൽ കൺസംഷനിൽ, ഉപഭോക്താക്കളുടെ കാര്യത്തിൽ ഏറ്റവും, അത് ഇക്കണോമിക്സ് പഠിക്കാത്തവരും അവരെ സ്വന്തമായിട്ടുള്ള അവരുടെ നിത്യജീവിതത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ ആഹാരം, ദ മോർ വി ഹാവ് ദ ലെസ് വി വാണ്ട്. ഇതാണ് അതിന്റെ സിമ്പിൾ വേർഡ്സ്. ദ മോർ, നമുക്ക് കൂടുതൽ നമ്മൾ എടുക്കും തോറും നമുക്ക് കുറവേ നമുക്ക് അതിനോട് തൃപ്തിയുള്ളൂ. ആ കുറവ് നമ്മുടെ പരമാവധി സംതൃപ്തിയിലെത്തിയതിനു ശേഷം വീണ്ടും ആരെങ്കിലും പറഞ്ഞ് നിർബന്ധിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നെഗറ്റീവ് യൂട്ടിലിറ്റി ആയിരിക്കും.
അത് നിങ്ങൾക്കറിയാം. ഭക്ഷണം കഴിക്കുന്ന ചിലവരൊക്കെ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നോക്കിയേ, ടോട്ടൽ യൂട്ടിലിറ്റി ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്. ആദ്യത്തേത് 6, രണ്ടാമത്തേത് 10, മൂന്നാമത്തേത് 12, നാലാമത്തേതും 12. വലിയ വ്യത്യാസമില്ല, മനസ്സിലായോ? അഞ്ചാമത്തേത് വരുമ്പോൾ 10, ആറാമത്തേത് വരുമ്പോൾ 6. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം കൂടും, അതിനുശേഷം കുറഞ്ഞു വരും. നേരെ മറിച്ച് മാർജിൻ യൂട്ടിലിറ്റി നോക്കിയാൽ മാർജിൻ യൂട്ടിലിറ്റി ആദ്യം തൊട്ട് കുറഞ്ഞു. ആദ്യം 6, അതിനുശേഷം പിന്നെ എത്രയാണ് 5, 4, 3, അതിനുശേഷം ചിലപ്പോൾ നെഗറ്റീവിലോട്ട് പോകും. ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്യൂട്ടിലിറ്റി. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിൻ യൂട്ടിലിറ്റി. അപ്പൊ എന്താണ് ഈ റിലേഷൻഷിപ്പ് ടോട്ടൽ യൂട്ടിലിറ്റിയെ മാർജിൻ? ഞാൻ പറഞ്ഞു ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിൻ യൂട്ടിലിറ്റി, ഇനീഷ്യൽ യൂട്ടിലിറ്റി, ഇതെല്ലാം ഇനി റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അത് തറവായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. അപ്പൊ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ഉണ്ട്, അവര് 18ാം നൂറ്റാണ്ടിലെയും 19ാം നൂറ്റാണ്ടിലെയും ഒക്കെ ഉണ്ടായ വലിയ വലിയ ഇക്കോണമിസ്റ്റുകളാണ്. അവരുടെ പേരാണ് ജെറമി ബെന്താം, മഞ്ചർ, വാൾട്ടറസ്. ഇവരൊക്കെയാണ് ചില പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്. ആഡം സ്മിത്ത് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്. ഇക്കണോമിക്സ് പഠിക്കുന്നവർ ഇത് പറഞ്ഞിരിക്കണം. ആഡം സ്മിത്ത് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്. ആൻഡ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, അതുപോലെ തന്നെ നിയോ മീൻസ് പുതിയ ക്ലാസിക്കൽ, അതിനുശേഷം വന്ന ആളുകളുടെ അഭിപ്രായം, മാർഷൽ അതേപോലത്തെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ യൂട്ടിലിറ്റി ഈസ് കാർഡിനലി ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷറബിൾ ലൈക്ക് ഹൈറ്റ്, വെയിറ്റ്. ആദ്യത്തെ അവരുടെ ഈ റിലേഷൻഷിപ്പ് പറഞ്ഞത്, അതായത് അവര് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മൾ ഉപയുക്തത, ഒരാളുടെ വെയിറ്റോ ഹൈറ്റോ നമുക്ക് തൂക്കാം. വെയിറ്റ് എത്ര കിലോ ഉണ്ടെന്ന് പറയാം, ഹൈറ്റ് ഇത്ര ഇഞ്ച് ഉണ്ടെന്ന് പറയാം. അതേപോലെ നമുക്ക് ആരെങ്കിലും ഒരു കൺസ്യൂമർ ഏതെങ്കിലും ഒരു വസ്തു കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത ക്വാണ്ടിറ്റേറ്റീവായിട്ട്, ഇത് പറഞ്ഞത് കാർഡിനൽ അപ്രോച്ച് എന്നാണ്. മനസ്സിലായി? കൺസ്യൂമർ ബിഹേവിയർ കാർഡിനൽ അപ്രോച്ച്. അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കും കൺസ്യൂമർ ബിഹേവിയർ ഓർഡിനൽ അപ്രോച്ച്. അപ്പൊ കാർഡിനൽ അപ്രോച്ച്, ഓർഡിനൽ അപ്രോച്ച്. കാർഡിനൽ അപ്രോച്ച് പറയുന്നത് നമ്മൾ സാധാരണ സാധനങ്ങളുടെ വെയിറ്റ് തൂക്കുന്നത് പോലെ, ഹൈറ്റ് തൂക്കുന്നത് പോലെ ഒരു കൺസ്യൂമർ ഒരു വസ്തു ഉപഭോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത നമുക്ക് മറ്റേതിനെ പോലെ തന്നെ മെഷർ ചെയ്യാൻ സാധിക്കും. ഇതേപോലത്തെ ഈ തത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ അപ്രോച്ച് ഞാൻ പറഞ്ഞത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അതെന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് ഒരാൾ ഏതെങ്കിലും ഒരു വസ്തു കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് ക്വാണ്ടിറ്റീവ് ആയിട്ട് കാർഡിനൽ ടേംസിൽ, ഹൈറ്റോ വെയിറ്റോ കിലോസിലോ അല്ലെങ്കിൽ ഇഞ്ചസിലോ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദെൻ പക്ഷേ മോഡേൺ ഇക്കോണമിസ്റ്റ് പറയുന്നത് ഇത് ശരിയല്ല. കാരണം ഉപയുക്തത യഥാർത്ഥത്തിൽ സാധാരണ നമുക്ക് മെഷർ ചെയ്യുന്ന പോലെ മെഷർ ചെയ്യാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഹിഗ്സ്, അലൻ ഇതേപോലത്തെ ഇക്കോണമിസ്റ്റുകളാണ് മോഡേൺ ഇക്കോണമിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർ പറയുന്നത് യൂട്ടിലിറ്റി ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. നമുക്കുള്ളി എനിക്ക് ആപ്പിൾ ആണോ ഓറഞ്ച് ആണോ ഗ്രേപ്സ് ആണോ എനിക്ക് ഇഷ്ടം, എൻ്റെ പ്രിഫറൻസ് മാത്രം, എൻ്റെ മുൻഗണന മാത്രമേ എനിക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു വെജിറ്റേറിയൻ എന്ന ആളിന് നോൺ വെജിറ്റേറിയൻ കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒന്നും കിട്ടില്ല, അദ്ദേഹം കഴിക്കുകയില്ല. അപ്പൊ അത് കാരണമാണ് നമ്മൾ പറഞ്ഞത് ഈ യൂട്ടിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഈ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്, ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിന്റെ ഐഡിയയോട്, നമ്മളുടെ ആശയത്തോട് നമ്മളുടെ മോഡേൺ ഇക്കോണമിസ്റ്റ് അവര് എഗ്രി ചെയ്യുന്നില്ല. അവര് പറഞ്ഞത് യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് സാധാരണ രീതിയിൽ പോലെ മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം, റാങ്ക് ചെയ്യാം. ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ്. ഐ പ്രിഫർ ദാറ്റ് ഗുഡ് ടു അതർ ഗുഡ്. ഐ പ്രിഫർ എ ഗ്രൂപ്പ് ഓഫ് എ ആൻഡ് ബി, a combination of two goods rather than one good, one good. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് പ്രിഫർ ചെയ്യാം, റാങ്ക് ചെയ്യാം. അതിനെ പറഞ്ഞത് ഓർഡിനൽ കൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റി വിച്ച് വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ നമ്മൾ മോഡേൺ ഇക്കോണമിസ്റ്റ് പറയുന്നത് ഇറ്റ് കനോട്ട് ബി മെഷർഡ്, ഇറ്റ് കനോട്ട് ബി ക്വാണ്ടിറ്റേറ്റീവ് മെഷർഡ്, തിയറിറ്റിക്കലി ആൻഡ് കൺസെപ്ച്വലി. സം ബേസിക് assumptions about preferences.
എന്താണ് കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ചില കമോഡിറ്റീസിൻ്റെ അടുത്ത് പ്രിഫറൻസ് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്. മനസ്സിലായോ? എല്ലാ ഗുഡ്സും അദ്ദേഹത്തിന് ഒരാളെ കൊണ്ട് എല്ലാ ഗുഡ്സും മേടിക്കാനായിട്ട് നമുക്ക് നിർബന്ധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എ ലോട്ട് ഓഫ് റിസർച്ച് ഈസ് ഗോയിങ് ഓൺ. ഏത് ടി വി ആണ് ആളുകൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്? 22 ഇഞ്ചിൻ്റെ ആണോ, 40 ഇഞ്ചിൻ്റെ ആണോ, അല്ലെങ്കിൽ 42 ഇഞ്ചിൻ്റെ ആണോ, 80 ഇഞ്ചിൻ്റെ ആണോ, ഏത് ടി വി ആണ്? ഇപ്പൊ തന്നെ ഫ്രിഡ്ജ് തന്നെ പല രീതിയിലുണ്ട് അല്ലെ. വലിയ ഫ്രിഡ്ജ് ഉണ്ട്, സിംഗിൾ ഡോർ ഉണ്ട്, അല്ലെങ്കിൽ ഡബിൾ ഡോർ ഉണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ റിസർച്ച് നടത്തിയിട്ടാണ് ഇതെല്ലാം അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവർ റിസർച്ച് നടത്തുന്നത്, കമ്പനികൾ റിസർച്ച് നടത്തുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനികൾ റിസർച്ച് നടത്തുന്നത്? കാരണം ഏത് ഗുഡാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ചെലവാം, കൺസ്യൂമേഴ്സ് അത് മേടിക്കും. അപ്പൊ ആദ്യമായിട്ട് അസംഷൻസ്, പ്രെഫറൻസസ് ആണ് നമ്മളുടെ ബേസിക് അസംഷൻസ് അബൌട്ട് പ്രെഫറൻസസ്. മീൻസ് ആദ്യമായിട്ട് നമ്മൾ കൺസ്യൂമറിന്റെ പ്രെഫറൻസ്. സപ്പോസ് യു ആർ റണ്ണിങ് എ കമ്പനി, നിങ്ങളൊരു കമ്പനി നിങ്ങൾ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ലാഭം നിങ്ങൾക്ക് കിട്ടണം അറ്റ് ദ ഏർലിയസ്റ്റ്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ലോവർ കോസ്റ്റിന് ഏറ്റവും നല്ല സാധനം കിട്ടി പരമാവധി സംതൃപ്തി കിട്ടണം. അപ്പോൾ കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള, കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്ന വസ്തുക്കളായിരിക്കും നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് മേടിക്കില്ല. രണ്ടാമത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ആണ്. നമുക്കറിയാം ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് മീൻസ് ഓരോരുത്തരുടെയും ഇഷ്ടംപോലെ സാധനം വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച്, വരുമാനം അനുസരിച്ച്, അത് ഞാൻ പറഞ്ഞത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്, വരുമാനം അനുസരിച്ച് മാത്രമേ നമ്മൾക്ക് മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് ഇത് ഏതെങ്കിലും കാരണവശാൽ കുറച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ കുറച്ച് കെട്ടിക്കിടക്കുകയാണെങ്കിൽ അവർ വരുന്ന ഫ്രീ ബീസ് ആയിട്ട് വരും, ഡിസ്കൗണ്ട്സ് കൊടുക്കും, അല്ലെങ്കിൽ പ്രൈസ് റിഡക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ കൂപ്പൺ കൊടുക്കും, അല്ലെങ്കിൽ EMI, അതായത് ഈക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ സാധനങ്ങൾ വിൽക്കാൻ നിങ്ങളുടെ അടുത്ത് പൈസയില്ല, പിടിക്കണ്ട. ഐ വിൽ ഗീവ് ദ എമൗണ്ട്, ഐ വിൽ ഗീവ് ദ പ്രോഡക്റ്റ്, യു ഗിവ് മീ ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. അപ്പൊ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് മനസ്സിലാക്കണം. അതേപോലെ തന്നെ കൺസ്യൂമറിന്റെ ചോയ്സസ് മനസ്സിലാക്കണം. X വേണോ, Y വേണോ, ഏത് തരത്തിലുള്ള സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വേണോ, ഡബിൾ ഡോർ ഫ്രിഡ്ജ് വേണോ, അല്ലെങ്കിൽ TV തന്നെ പല പല ടൈപ്പിലുണ്ട്, വാഷിംഗ് മെഷീൻ തന്നെ പല പല ടൈപ്പിലുണ്ട്. ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ വിറ്റ് പോകുന്നുണ്ട്, വെറുതെ അല്ല. A lot of research has been done with regard to this. ഇനി നമ്മളുടെ next one is what are the assumptions with regard to the consumers. പിന്നെ നമ്മളുടെ equilibrium എന്ന് പറയുന്നത് ഓർ കാർഡിനലിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഇത്? ഒന്ന് കംപ്ലീറ്റ്നെസ്. What are the assumptions? 3 important assumptions that are. Preferences are assumed to be complete. എപ്പോഴാണ്? When 2 different bundles of goods can be compared, a consumer either prefers one basket over other or is indifferent between 2 of them. അപ്പൊ പല പല വസ്തുക്കളാണ് വിപണിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഡോണ്ട് തിങ്ക് ദാറ്റ് നമ്മൾ മാർക്കറ്റിൽ പോയാൽ ആ ഏതെങ്കിലും സാധനം മേടിക്കണമെന്നില്ല. നമ്മൾ അവിടെ പോയി കുറെ സ്ഥലത്തൊക്കെ നടക്കും. Those who are in Kerala, you know that you go to Lulu Mall. Do you think that you go and go there to purchase? അതൊന്നും അല്ല. നമ്മളവിടെ ചെല്ലും, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏതെങ്കിലും ഗുഡ് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കും, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഇഷ്ടമല്ലെങ്കിൽ മേടിക്കും. ഇല്ലേ, നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അതിനെ പറഞ്ഞത് കംപ്ലീറ്റ്നെസ് മീൻസ് preferences are assumed to be complete. അത് 2 bundles of goods A and B or B and C and D എന്ന് പറയുമ്പോൾ a consumer either prefers one basket, A and B good is one basket, or other അല്ലെങ്കിൽ B, C and D is another basket of goods. അല്ലെങ്കിൽ ഇത് രണ്ടും അദ്ദേഹത്തിന് ഇഷ്ടമല്ല, നിസ്സംഗത കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോവുകയും ചെയ്യും. രണ്ടാമത് ട്രാൻസിറ്റിവിറ്റി. ദാറ്റ് ഈസ് ഒരു കൺസ്യൂമർ X ആണ് വൈനെക്കാട്ടി ഇഷ്ടം, അല്ലെങ്കിൽ വൈനെക്കാട്ടി ഇഷ്ടം Z ആണ്. And Y over Z, the consumer also prefers X over Z. അപ്പൊ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം X, Y, Z ഉണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇഷ്ടമുള്ളത് X ആണ്. അപ്പൊ Yയും Z അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. അതാണ് പറഞ്ഞത് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. Then more is always. ഒരു കൺസ്യൂമറിന് പരമാവധി സംതൃപ്തി കിട്ടണമെങ്കിൽ ഒരു യൂണിറ്റ്, സേ ഫോർ എക്സാമ്പിൾ തേഴ്സ്റ്റ്, ഭയങ്കരമായിട്ട് ദാഹിക്കുന്ന ഒരു സ്പൂൺ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പരമാവധി സംതൃപ്തി കിട്ടില്ല. അപ്പോൾ റീസണബിൾ ക്വാണ്ടിറ്റി മേടിക്കണം. എന്നാൽ മാത്രമേ ഗ്രേറ്റർ യൂട്ടിലിറ്റി ക്യാൻ ബി ഡിറൈവ്ഡ് ബൈ കൺസ്യൂമിങ് മോർ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ്
Thus always he prefers more quantity over less quantity. വിശക്കുന്ന ആൾക്ക് ഒരു ആപ്പിളിന്റെ ഒരു ചെറിയൊരു കഷ്ണം കൊടുത്തിട്ട് അദ്ദേഹത്തിന് വിശപ്പ് തീരില്ല. He may require the entire apple. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ വിശപ്പ് കെടുകയുള്ളൂ. ഇനി കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. എന്താണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്? നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ആൻഡ് ക്വാണ്ടിഫയബിൾ എൻറ്റിറ്റി. ഇതാണ് ഇതിനകത്ത് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ആദ്യത്തെ കൊടുത്തിരിക്കുന്ന നിയോ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ജീവൻസ്, മെർജർ, വാൽഡ്രസ്, പിഗു ഇതെല്ലാം പറഞ്ഞത് അത് അവരാണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റിയുടെ അനാലിസിസ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാം. ഇതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള അസംഷൻ. വെയിറ്റും ഹൈറ്റും എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്ന പോലെ ഒരു 2 ആപ്പിൾ കഴിച്ചാൽ എനിക്ക് ഇത്ര യൂണിറ്റ് എനിക്ക് ഉപയുക്തത കിട്ടി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ പറഞ്ഞത് പിന്നെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ബേസിക് ആയിട്ടുള്ളത്. സോ വാട്ട് ആർ ദി അസംഷൻ? ഞാൻ പറഞ്ഞ പോലെ പാരിബൂസ് എട്രിസ് മറ്റ് കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമല്ലെങ്കിൽ ഒന്ന്, യൂട്ടിലിറ്റി ഓഫ് എനി കമോഡിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ യൂണിറ്റ്സ് കോൾഡ് യൂട്ടിൽസ്. നമ്മൾ പറഞ്ഞു യൂണിറ്റ് എന്ന് പറയില്ല, ഇക്കോണമിസ്റ്റ് പറഞ്ഞത് യൂട്ടിൽസ്. അതായത് ഞാൻ ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് 10 യൂട്ടിലിറ്റി കിട്ടി, ഉപയുക്തത കിട്ടി. Then utilities are additive. Additive means total utility and the sum total of the utilities that is derived by the consumption of all the consecutive units. 5 ആപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ 5 ആപ്പിളിൽ നിന്നും മൊത്തത്തിൽ കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യൂട്ടിലിറ്റീസ് ആർ ആഡിറ്റീവ് എന്ന് പറയുന്നത്. Then utility, മൂന്നാമത്തെ അസംഷൻ, യൂട്ടിലിറ്റി ഇൻഡിപെൻഡന്റ്. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യും. ഇതെല്ലാം അസംഷൻസ് എല്ലാം നമ്മൾ ക്രിട്ടിസൈസ്, ഇതെല്ലാം ഉത്തോപ്പിയൻ ഐഡിയാസ് ആണ്, ഇങ്ങനെയൊന്നും നിൽക്കില്ല. അപ്പൊ യൂട്ടിലിറ്റീസ് ഇൻഡിപെൻഡന്റ്. ഞാൻ കഴിക്കുന്ന ഒരു വസ്തുവിന്റെ ഉപയുക്തത മറ്റു വസ്തുക്കളുടെ ഉപയുക്തത ആയിട്ട് യാതൊരു വിധത്തിലും ബന്ധമില്ല. അത് തെറ്റാണ്, നമ്മൾ പിന്നീട് പറയും. ഇപ്പൊ നിങ്ങൾ ചായയും ബിസ്ക്കറ്റും എടുക്കുകയാണെങ്കിൽ ചായ കുടിച്ചിട്ടുമ്പോൾ നമുക്ക് സംതൃപ്തി കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും കഴിക്കണം. അപ്പൊ ഇന്റർഡിപെൻഡന്റ് ആണ്. ഇന്റർഡിപെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ് അല്ല, ഇന്റർഡിപെൻഡന്റ് ആണ്. ചായ കഴിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി കിട്ടുമെങ്കിൽ അതിനോട് കൂടി ഒരു സ്നാക്ക് കഴിക്കുക, അല്ലെങ്കിൽ എല്ലാവരും ചായ മാത്രം കുടിച്ചു മതി. ഇവിടെ പറയുന്നത് യൂട്ടിലിറ്റി നമ്മൾ കഴിക്കുന്ന ചായയുടെ അതിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ചായ കഴിക്കുമ്പോൾ നമുക്ക് ഫുൾ തൃപ്തി കിട്ടണമെങ്കിൽ ബിസ്ക്കറ്റും കഴിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് നമ്മൾ കഴിക്കണം. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റന്റ്. നമുക്കറിയാം മണി, നമ്മുടെ റിസോഴ്സസ് എപ്പോഴും സ്കേഴ്സ് ആണ്. എല്ലാവരുടെ അടുത്തും അധികമില്ല. എന്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്തോ ഇത് വായിച്ചപ്പോൾ നമ്മുടെ റിച്ചസ്റ്റ് പേഴ്സൺ എന്നാണ് മുകേഷ് അംബാനി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അദാനി, അതുപോലെ തന്നെ മുകേഷ് അംബാനി, റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ വൈഫ് ഉപയോഗിക്കുന്നത് 315 കോടി രൂപയുടെ പിന്നെ ജെംസിൻ്റെ സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത്. ഡു യു ബിലീവ്? അത് പറയുന്നതാണ്. അപ്പൊ അത്തരം ദേ ക്യാൻ അഫോർഡ്. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി അവർക്കൊന്നും പ്രശ്നമില്ല. മണി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട്. സാധാരണക്കാർ, ഞാൻ പറഞ്ഞില്ല, ഓർഡിനറി റാഷണൽ ഇൻഡിവിജ്വൽ, അവരെ സംബന്ധിച്ചിടത്തോളം മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റന്റ്. അതൊരിക്കലും വരില്ല. പക്ഷെ നമുക്കത് ഇപ്പൊ അസ്യൂം ചെയ്താൽ പറ്റുള്ളൂ. മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റന്റ് മീൻസ് നമ്മൾ ഒരു പിന്നെ പണം ചെലവാക്കുന്നതോറും നമ്മുടെ കൈവശമുള്ള പണം കുറഞ്ഞു വരും. അപ്പൊ അതിന്റെ യൂട്ടിലിറ്റി കൂടി വരും. ഇനി എൻ്റെ അടുത്ത് 10 രൂപയുള്ളു, ആ 10 രൂപയുടെ എനിക്ക് ബാക്കി ഞാൻ കൊണ്ട് 1000 രൂപ കൊണ്ട് പോയതാണ്, ഇതെല്ലാം ചെലവാക്കി എൻ്റെ അടുത്ത് 10 രൂപയുള്ളു. ആ 10 രൂപ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ബസ്സിന് തിരിച്ചു വരാൻ പറ്റൂല. അപ്പൊ അതിന്റെ ഉപയുക്തത എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. പക്ഷെ ഇവര് പറഞ്ഞ എന്താണ്? മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനി എന്താണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി? എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഒരാള് ഒരു കൺസ്യൂം ചെയ്യുന്നേ. ഞാൻ പറഞ്ഞു margin utility diminishes as we consume more and more of a particular commodity, and it may even go to negative. Diminishing margin, the law of diminishing margin utility ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഉദാഹരണം, നമ്പർ ഓഫ് റൊട്ടി മീൻസ് അവർ നോർത്ത് ഇന്ത്യയിലൊക്കെ പറഞ്ഞ റൊട്ടി മീൻസ് ചപ്പാത്തി. നമ്മൾ ചപ്പാത്തി കഴിക്കുന്നതിന് അവർ 10 യൂട്ടിൽസ് നമുക്ക് മാർജിൻ യൂട്ടിലിറ്റി കിട്ടി. 10 യൂട്ടിൽസ് മാർജിൻ യൂട്ടിലിറ്റി, വെരി ഹാപ്പി. രണ്ടാമത് കഴിക്കുമ്പോൾ ഇവിടെ തേഴ്സ്റ്റിയാണ്. തേഴ്സ്റ്റി മാൻ ഗോസ് ടു ദ പ്ലേ ഗ്രൗണ്ട്, he goes to the playground, plays at 12 o'clock. 12 മണിക്ക് ഓടിച്ചാടി കളിക്കാൻ തിരിച്ചു വരികയാണ്. മനസ്സിലായോ? ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സംതൃപ്തി പരമാവധി ആയിരിക്കും. രണ്ടാമത് അദ്ദേഹത്തിന് ആവശ്യമില്ല, പക്ഷെ വാട്ടർ അവൈലബിൾ ആണ്. രണ്ടാമതൊരു ഗ്ലാസും കൊണ്ട് അത് കുറേയൊക്കെ ഇങ്ങനെ ഈ കവളത്തിൽ കൂടി താഴത്തോട്ടൊക്കെ പോവും. ഇങ്ങനെ പിന്നെ ഒഴിക്കും. മൂന്നാമത് കഴിക്കുക പിന്നെ ഒഴിക്കും. നാലാമത് കഴിക്കുക പിന്നെ ഒഴിക്കും. ചിലവരുണ്ട് വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ
കുടിച്ച ആ എന്തുമാത്രം വെള്ളം അതിന്റെ പകുതിയെങ്കിലും ചിലപ്പോൾ സാധ്യം, ബിക്കോസ് ഇറ്റ് ഈസ് ബിയോണ്ട് ദ കപ്പാസിറ്റി ടു കണ്ടെയ്ൻ അവർ സ്റ്റമക്ക്. നോക്കിയാൽ അപ്പം നമുക്ക് 0 കിട്ടും, നെഗറ്റീവ് യൂട്ടിലിറ്റി കിട്ടും. അപ്പം മാർജിൻ യൂട്ടിലിറ്റി എപ്പോഴും നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവിനെ പോലെ മാർജിൻ യൂട്ടിലിറ്റി, ദ മോർ വി കൺസ്യൂം ദ ലെസ് വി വാണ്ട്. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞു, ദ മോർ വി ഹാവ് ദ ലെസ് വി വാണ്ട്. കാരണം എന്താണ്, ഓരോ ഐറ്റംസിൻ്റെയും കൺസംഷൻ ഓരോ ഗുഡാണ്. നമ്പർ ഓഫ് റൊട്ടി, അല്ല ഇപ്പം റൊട്ടി കഴിച്ച് അതിനുശേഷം പിന്നെ വേറെ എന്തെങ്കിലും കഴിച്ച് അതിനുശേഷം വേറെ എന്തെങ്കിലും കഴിച്ചാൽ ഈ ഇത് കഴിക്കില്ല. ഒരേ ഗുഡ് തന്നെ, ഒരു വസ്തു തന്നെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കും തോറും അതിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത നമ്മൾ കുറഞ്ഞു കുറഞ്ഞിരിക്കും. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ഡസ് നോട്ട് അപ്ലൈ. അതിനകത്ത് രണ്ട് ഇതുണ്ട്, സ്മോൾ ഇനീഷ്യൽ യൂണിറ്റ്സ് ആൻഡ് സ്മോൾ ഇനീഷ്യൽ യൂണിറ്റ്സ്. നമ്മൾ പറഞ്ഞ് ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ കഴിക്കും തോറും അതിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത കുറഞ്ഞു ഇരിക്കും. ഓക്കെ, വെരി ഗുഡ്. സാറേ ഞാൻ ഇന്ന് വീട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ വീട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ നാളെ വീട്ടിൽ പോയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാം, എനിക്ക് ഭയങ്കര ദാഹം എടുത്ത് ഞാനൊരു സ്പൂണ് വെള്ളം എടുത്ത് കഴിച്ചു. എനിക്കത് രണ്ടാമത്തെ സ്പൂണും മൂന്നാമത്തെ സ്പൂണും കഴിക്കുന്തോറും എനിക്ക് അതിൽ നിന്നുള്ള സംതൃപ്തി കൂടി കിട്ടിയുള്ളൂ. ഒരു വിശക്കുന്ന ഒരു വ്യക്തി സാധാരണ, അല്ലെങ്കിൽ ദാഹിക്കുന്ന ഒരു വ്യക്തി സാധാരണ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതാണ് റീസണബിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ ഇനീഷ്യൽ യൂണിറ്റ്സിന് ഈ ലോ അപ്ലൈ അല്ല. പിന്നെ റെയർ ആൻഡ് ക്യൂരിയസ് തിങ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സം ഹാവ് ഗോട്ട് ടു ഹോബി സ്റ്റാമ്പ് കളക്ഷൻ, റെയർ കോയിൻ കളക്ഷൻ, ഗോൾഡ്. ആൻഡ് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ യഥാർത്ഥത്തിൽ ഒന്നും ഇട്ടിട്ട് നടക്കില്ലെങ്കിൽ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ കൈവശം ഇവരുടെ ഈ ഗോൾഡും ജ്വല്ലറി ഒക്കെ ഉണ്ട്, അവർക്ക് ജെംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആരും എനിക്ക് മതി, എനിക്ക് ഗോൾഡ് വേണ്ടെന്ന് പറയില്ല. അത് നോർമൽ സ്റ്റേജിൽ ഇല്ല സാറേ, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നല്ല. അല്ല, ഞാൻ പറഞ്ഞു നോർമൽ സ്റ്റേജിൽ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണത്തിനോട് അവർക്ക് വലിയ താല്പര്യമാണ്. അവർ വിവാഹം കഴിച്ച് പോകുമ്പോൾ പേരൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ പിറ്റേന്ന് ആൾക്കെടുത്ത് ചിലപ്പോൾ ലോക്കറിൽ കൊണ്ടുവെക്കും. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ വിത്ത് ദർ. ഇപ്പൊ ഗോൾഡ്, ജുവല്ലറി, റെയർ പെയിന്റിങ്സ്, ഇതൊക്കെ റെയർ സ്റ്റാമ്പ്, ഇതെല്ലാം കിട്ടും തോറും അല്ലേ, സ്റ്റാമ്പുകൾ കിട്ടും തോറും അയാൾക്ക് അതിനോടുള്ള ആഗ്രഹം കൂടി വരും. ദെൻ ഞാൻ ഇനി പറഞ്ഞ ഈ ലോനെ ക്രിട്ടിസൈസ് ചെയ്ത ആളുകളാണ് എന്താണ്, മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി ഈസ് നോട്ട് പോസിബിൾ. നമുക്കറിയാം എങ്ങനെ ഒരു ഓറഞ്ച് കഴിച്ചിട്ട് എനിക്ക് ഇത്ര യൂട്ടിലിറ്റി കിട്ടിയെന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് നോട്ട്. അപ്പൊ ഈ ലോനെ അവർ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയെ അവർ ക്രിട്ടിസൈസ് ചെയ്യണേ, വിമർശിക്കണേ. ഒന്ന്, യൂട്ടിലിറ്റി ഈസ് നോട്ട്, അത് സൈക്കോളജിക്കൽ കൺസെപ്റ്റാണ്. ഓറഞ്ച് ഇഷ്ടമുള്ള ആൾ ഓറഞ്ച് തിന്നുമ്പോൾ കൂടുതൽ കിട്ടും. ഓറഞ്ച് ഇഷ്ടമുള്ള ആൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കുണ്ട് ഓറഞ്ച് കൊണ്ടേ കൊടുത്തിട്ട് അയാൾ വെറുതെ തിന്നും, അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മറ്റവർ പറഞ്ഞാൽ എന്തെങ്കിലും തിന്നുക, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടില്ല. ദെൻ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി, ഞാൻ പറഞ്ഞു മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി, പണം ചെലവാക്കുന്നതോടും നമ്മുടെ കൈവശമുള്ള പണം കുറയും. അപ്പം അതിൻ്റെ ഉപയുക്തത വീണ്ടും കൂടി വരുള്ളൂ, അല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നില്ല. ദെൻ യൂട്ടിലിറ്റി ഈസ് നോട്ട് ഓൾവേസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു, ടീ കഴിക്കുന്ന ആൾക്ക് ഒരു ബിസ്ക്കറ്റ് കൊണ്ടുള്ളപ്പോൾ അദ്ദേഹത്തിന് പരമാവധി സംതൃപ്തി കിട്ടുള്ളൂ. അങ്ങനെ യൂട്ടിലിറ്റി അങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പം ടീയും ബിസ്ക്കറ്റും കഴിക്കുമ്പോൾ the utility becomes interdependent, not independent, interdependent. Then unrealistic assumptions എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നിയമം പറഞ്ഞത് ഫാഷൻ വ്യത്യാസം വരരുത്, ടേസ്റ്റ് വ്യത്യാസം വരരുത്, ഇൻകത്തിൽ വ്യത്യാസം വരരുത്, പ്രിഫറൻസ് ഓഫ് ദ മുൻഗണന, കൺസ്യൂമേഴ്സിന്റെ മുൻഗണനയിൽ വ്യത്യാസം വരും. ഇതെല്ലാം വ്യത്യാസം വരും. നമുക്കറിയാം, ഇന്നിപ്പോൾ ഓരോരുത്തരും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ, ടൗണിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്കറിയാം കുട്ടികൾ പുതിയ ഡ്രസ്സ് ഇടും. അപ്പം നമ്മൾ എന്നെ പോലത്തെ പഴയ ജനറേഷൻ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ നടക്കുന്നത് വിചാരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് ഒന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തല്ല് കിട്ടും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇവര് പുതിയ ഫാഷൻ അനുസരിച്ച് കുട്ടികൾ അത് എടുത്തുകൊണ്ടെടുക്കാം. അവർക്ക് നമ്മൾ നല്ല തൊലിക്കട്ടിയാണെന്ന് ഞാൻ പറയുള്ളൂ. ടേസ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരും. ഇൻകം, മനസ്സിലായ, വെൻ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ മൈ ഇൻകം ഐ വിൽ ഗോ ടു എ ബിഗ് ഹോട്ടൽ. ഞാൻ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആഹാരം കഴിച്ചെന്ന് വെച്ചാൽ ഐ വിൽ ചേഞ്ച് മൈ പ്രിഫറൻസ്. ഞാൻ ചിലപ്പോൾ ചെറിയ ഒരു ബ്ലാക്ക് ആൻഡ് ടി വി മാറ്റിക്കൊണ്ട് ചിലപ്പോൾ ഏറ്റവും വലിയ നല്ലൊരു ടീം മേടിക്കും. വൈ? വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ ഇൻകം, എൻ്റെ ടേസ്റ്റ് മാറി. അതുപോലെ തന്നെ പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമേഴ്സ്, ഇതെല്ലാം അൺറിയലിസ്റ്റിക് അസംഷൻസ് ആണ്. നമുക്കറിയാം യഥാർത്ഥത്തിൽ ദ വേൾഡ് ഈസ് ഡൈനാമിക്, നോട്ട് സ്റ്റാറ്റിക്. What is dynamism? What is yesterday is not true today, and what is true today is not true tomorrow. Things will change. Static അങ്ങനെയല്ല. What is there yesterday, it will be there today, and that will be there for tomorrow also. But the world is dynamic. It is always a person with a dynamic character, a dynamic personality എന്നൊക്കെ നമ്മൾ പറയും. That is always on the run.
ഈസ് ഓൾവേസ് ഓൺ ദ റൺ. സോ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എനിക്കൊന്നും ഇത് വേണ്ട, മനസ്സിലായ? ഫാഷൻ മാറാൻ പറ്റില്ല, ടേസ്റ്റ് മാറാൻ പറ്റില്ല എന്നൊക്കെ എന്നെ സാറ് ഇക്കണോമിക്സിൽ പഠിപ്പിച്ച് തന്നിരിക്കുക. അപ്പോൾ ഹാവിങ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ബീങ് ലോഞ്ച് സോ ഫ്രീക്വൻ്റ്ലി. ഇപ്പോൾ 5G വരാൻ പോലെ എത്ര പേര് ഒരാളെ കണ്ട് ഞാൻ 5G മേടിക്കാനായിട്ട് ദുബായി പോയേക്കണം, ഇവിടെ വരാനായിട്ട് അയാൾക്ക് ക്ഷമയില്ല. സോ പീപ്പിൾ ആർ ജസ്റ്റ് വെയിറ്റിംഗ്. എനിക്ക് അടുത്ത മാസം 1-ാം തീയതി തൊട്ട് 5G അവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ 4Gയിലൊക്കെ പലവരും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 4G ഒക്കെ മേടിച്ചവരെടുത്ത് പറഞ്ഞു 5G വന്നാൽ കുഴപ്പമൊന്നുമില്ല, അത് എന്തോ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 5G ആക്കി തരുമെന്ന് പറഞ്ഞു. ഇപ്പൊ അത് പറ്റൂല എന്നാ പറയുന്നത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു ബൈ എ ന്യൂ വൺ. അപ്പൊ ഈ 4Gയും കൊണ്ട് നടക്കുന്ന ഈ സാധാരണ ഇപ്പോഴുള്ള നമ്മളുടെ ഈ സ്മാർട്ട് ഫോണൊക്കെ ദാറ്റ് ബിക്കംസ് യൂസ്ലെസ്. ഈ ഫോൺ യൂസ്ലെസ് മീൻസ് ദ പേഴ്സൺ ഹു വാസ് യൂസിങ് ദ സ്മാർട്ട് ഫോൺ 4G വെച്ചുള്ള സ്മാർട്ട് ഫോൺ അയാൾക്ക് അത് ഉപയോഗമില്ലാതെ വരും. യു വിൽ ഗോ ആൻഡ് ബൈ ഫോർ ദ 5G വൺ. അപ്പോൾ അതനുസരിച്ച് പൈസ കൂടുതലിട്ട് ചിലവാക്കുകയും ചെയ്യും. അപ്പോൾ ന്യൂ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യും, അതനുസരിച്ച് ടേസ്റ്റും പ്രിഫറൻസും ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ദെൻ കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം ത്രൂ യൂട്ടിലിറ്റി അനാലിസിസ്. നമുക്കറിയാം എന്താണ് ഈക്വിലിബ്രിയം. വി ഡോണ്ട് ഹാവ് എ ടെൻഡൻസി ടു ചേഞ്ച് ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഡിമാൻഡ് സപ്ലൈയും ഈക്വൽ ആകുമ്പോൾ നമ്മൾ വന്നത് ഈക്വിലിബ്രിയത്തിലാണ്. അത് ഈക്വിലിബ്രിയം മീൻസ് വി ഡോണ്ട് ഹാവ് ദ ടെൻഡൻസി ടു ചേഞ്ച് ഓർ ടു ബഡ്ജ്. അതുപോലെ കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം വേർ കൺസ്യൂമർ ഗെറ്റ്സ്. ഒരു കൺസ്യൂമറിന് പരമാവധി സംതൃപ്തി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്നില്ല. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ ഡിസ്റ്റർബ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ ഈക്വിലിബ്രിയത്തിലേക്ക് കൺസ്യൂമേഴ്സ് യൂട്ടിലിറ്റി അനാലിസിസിൽ കൂടി ഉപഭോക്താവിന്റെ ബിഹേവിയർ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ അതിനും ഇതുപോലെ ചില പ്രധാനപ്പെട്ട ഇതുണ്ട്, അസംഷൻസ് ഉണ്ട്. എന്താണ്? കൺസ്യൂമർ റാഷണലാണ്. ഹു ഈസ് എ റാഷണൽ കൺസ്യൂമർ? വില കൂടുമ്പോൾ അദ്ദേഹം കുറച്ച് മേടിക്കും, വില കുറയുമ്പോൾ അദ്ദേഹം കൂടുതൽ മേടിക്കും. ഈസ് എ റാഷണൽ കൺസ്യൂമർ. നേരെ മറിച്ച് വില കൂടുമ്പോൾ ഒരാൾ എന്ന് കൂടുതൽ മേടിക്കുകയും വില കുറയുമ്പോൾ കുറച്ച് മേടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പറയും ഈസ് നോട്ട് നോർമൽ. ദെൻ കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി. കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി നമ്മൾ എന്താ പറഞ്ഞത്? കാരണം യൂട്ടിലിറ്റി ക്യാൻ ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് മണി. ദ മാർജിനേറ്റഡ് മണി ഈസ് കോൺസ്റ്റന്റ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഫിക്സഡ് ഇൻകം ആൻഡ് പ്രൈസസ്. ഒരാൾക്ക് അയാളുടെ വരുമാനത്തിൽ ഫിക്സഡ് ഇൻകം ഫിക്സഡ് ആണ്, അതുപോലെ പ്രൈസസ്. ഇതെല്ലാം ഉത്തോപ്യൻ ആയിട്ടുള്ള അസംഷൻസ് വിച്ച് വി കനോട്ട് ഇമാജിൻ. പക്ഷെ ഈ അനാലിസിസ് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് ഇത് വന്നുകൊണ്ടിരിക്കണേ. ഇനി ഫിക്സഡ് ഇൻകം ആൻഡ് പ്രൈസസ്, ദെൻ കോൺസ്റ്റന്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഇതെല്ലാം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പറയും, ഈ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും നോ, ദീസ് ആർ ഓൾ അൺറിയലിസ്റ്റിക്. ഓക്കെ. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം കൺസ്യൂമർ വിത്ത് വൺ കമോഡിറ്റി. അത് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ദ പ്രൈസ് ഓഫ് എക്സ് ഈസ് ഇൻ ദ equilibrium point where the margin utility, mu curve, mux, that the margin utility of x ഉം പ്രൈസ് ലൈൻ px in the price of p യും രണ്ടും ഈക്വിലിബ്രിയം എത്തുന്നത് ഈ ഒരു പോയിന്റിലാണ്. അവിടെ ഈ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇട്ടോ കുഴപ്പമില്ല, ഈക്വിലിബ്രിയത്തിലാണ്. വേർ ദ മാർജിൻ എപ്പോഴാണ് ഒരു കൺസ്യൂമർ ഒരു ഗുഡ് കഴിക്കുമ്പോൾ എപ്പോഴാണ് അദ്ദേഹം എക്സ് വൈ ഒ എക്സ് ആക്സിസിൽ നമ്മൾ യൂണിറ്റ്സ് ഓഫ് ഗുഡ് എക്സ് വൈക്കും, ദെൻ ഒ വൈ ആക്സിസിൽ പ്രൈസ് ഓഫ് പി, പ്രൈസ് ഓഫ് എക്സും, അതുപോലെ തന്നെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് എക്സ്. നമ്മൾ പറഞ്ഞു മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഓൾവേസ് സ്റ്റോപ്സ് ഡൗൺവേർഡ്സ്. ഒരാൾ കൺസ്യൂം ചെയ്യുന്നതും അതിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത ഗണ്യമായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 1 ക്ലാസ്. ഇതൊരു ഷോർട്ട് ആയിട്ടുള്ളത് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് പ്രോഡക്റ്റ് എക്സും അതിൻ്റെ പ്രൈസും തുല്യത വരുമ്പോൾ ഒരു കൺസ്യൂമർ ഒരു വൺ കമോഡിറ്റി, ഞാൻ വൺ കമോഡിറ്റി മീൻസ് മൾട്ടിപ്പിൾ കമോഡിറ്റി ഉണ്ട്. ഒരാൾ ഒരു വസ്തുവിനെ മാത്രമായിട്ട് ജീവിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ നീഡ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് കമോഡിറ്റീസ്. അപ്പോൾ എപ്പോഴാണ് ഒരു കൺസ്യൂമർ ഒരു കമോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ അദ്ദേഹം എപ്പോഴാണ് ഈ attains equilibrium at the point at which the price of that commodity is equal to the margin utility. Price of that commodity px is intersecting the margin utility curve at the point E എന്ന് വെച്ചോ, and therefore that is known as the single equilibrium or determination of consumer equilibrium when consumer is having one commodity alone. Okay. Derivation. എപ്പോഴാണ് one consumer equilibrium in the case of one commodity?
നോക്കിയേ, ശ്രദ്ധിക്കുക. ഇത് മറ്റേ ഡയഗ്രാം ശ്രദ്ധിക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഡയഗ്രാം ഞാൻ ഈ ടേബിൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഒരാളുടെ അടുത്ത് 5 രൂപയുണ്ട്. ആദ്യത്തെ 1 രൂപ അദ്ദേഹം ചെലവാക്കണേ, ഗുഡ് എക്സിന്റെ അടുത്ത് ചെലവാക്കണേ. അപ്പോൾ അയാൾ ഏത് മേടിക്കും? ആദ്യം ഗുഡ് എക്സ് മേടിക്കും. കാരണം അദ്ദേഹം ഗുഡ് എക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 12 യൂട്ടിലിറ്റി കിട്ടും. നേരെ മറിച്ച് വൈ മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 9 യൂട്ടിൽസ് മാത്രമേ അദ്ദേഹത്തിന് കിട്ടുള്ളൂ. ദെർഫോർ ഞാൻ പറഞ്ഞില്ലേ, എന്താണ് പറഞ്ഞത്? കൺസ്യൂമറിന് പരമാവധി സംതൃപ്തി കിട്ടണം. ദെർഫോർ ഈ വിൽ പർച്ചേസ് 12 യൂണിറ്റ്സ് ഓഫ് ഗുഡ് എക്സ്. മനസ്സിലായോ? വൈ മേടിച്ചിട്ടുണ്ടെങ്കിൽ 9 യൂട്ടിൽസ് കിട്ടുള്ളൂ. രണ്ടാമത്തെ രൂപ ഒന്ന് വെച്ച് നോക്കിക്കോ. രണ്ടാമത്തെ രൂപയും അദ്ദേഹം എക്സ് ഗുഡ് മേടിക്കുള്ളൂ. കാരണം എക്സ് ഗുഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 10 യൂട്ടിൽസ് ഉപയുക്തത കിട്ടും. നേരെ മറിച്ച് പിന്നെ വൈ മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 9 കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ 8 കിട്ടുകയുള്ളൂ, 6 കിട്ടുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇനി മൂന്നാമത്തെ എടുത്ത് നോക്കിക്കോളുക. തേർഡ് വൺ ഹി വിൽ പർച്ചേസ് എന്താണ്? ഏത് മേടിക്കും? അയാൾ വൈ മേടിക്കും. കാരണം മൂന്നാമത്തെ രൂപ കൊണ്ടുകൊണ്ട് അദ്ദേഹം ഗുഡ് എക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ 8 യൂട്ടിൽസ് മാത്രമേ ഇത് കിട്ടുള്ളൂ. നേരെ മറിച്ച് ആ മൂന്നാമത്തെ രൂപ വൈ കമോഡിറ്റി മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് 9 യൂട്ടിൽസ് കിട്ടും. ഈ നാലാമത്തത് അദ്ദേഹം എന്തൊക്കെ മേടിക്കും? 4ഉം 5ഉം അദ്ദേഹം എന്ത് മേടിക്കും? നാലാമത്തെ മേടിക്കുമ്പോൾ അദ്ദേഹം 8, അതായത് ഗുഡ് എക്സ് മേടിക്കും, അതിൽ നിന്ന് 8 കിട്ടും. അഞ്ചാമത്തത് അയാൾ ഗുഡ് വൈ മേടിക്കും, അതിൽ നിന്ന് 8 കിട്ടും. നേരെ മറിച്ച് അഞ്ചാമത്തെ രൂപ അദ്ദേഹം ഗുഡ് എക്സിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 6 യൂട്ടിൽസേ കിട്ടുള്ളൂ. നേരെ മറിച്ച് അഞ്ചാമത്തെ രൂപ അദ്ദേഹം ഗുഡ് വൈക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 8 യൂട്ടിൽസ് കിട്ടുകയും ചെയ്യും. സോ ഈസ് ട്രൈങ് ടു മാക്സിമൈസ് കൺസ്യൂമർ ഇൻ ദ കേസ് ഓഫ് വൺ കമോഡിറ്റി. ഒന്നും കൂടെ പറഞ്ഞുതരാം. അയാളുടെ അടുത്ത് 5 രൂപയുണ്ട്. ആദ്യത്തെ രൂപ അദ്ദേഹം 2 എണ്ണത്തിന് വേണ്ടിയിട്ട് ചെലവാക്കാം. പക്ഷെ 2 സമയത്ത് ഒരേ സമയത്ത് ചെലവാക്കാൻ പറ്റില്ല. 1 രൂപ എന്നാണ് ചെലവാക്കുന്നത്. ആദ്യത്തെ 1 രൂപ ചെലവാക്കുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി ഫ്രം ഗുഡ് എക്സ് 12 യൂട്ടിൽസ് ആണ് കിട്ടുന്നത്. വേറെ ഒരു സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിന് കിട്ടില്ല. വൈ മേടിച്ച 9 കിട്ടുള്ളൂ. അപ്പൊ ആദ്യത്തെ 1 രൂപ അദ്ദേഹം ഗുഡ് എക്സിന് ചെലവാക്കും. രണ്ടാമത്തെ 1 രൂപ, അതായത് രണ്ടാമത്തെ രൂപ 2 രൂപ, രണ്ടാമത്തെ രൂപ അയാൾ നോക്കിക്കൊള്ളുക ഏതിന് ചെലവാക്കും? ആദ്യത്തേന് ഗുഡ് എക്സിന് ചെലവാക്കും. കാരണം ഗുഡ് എക്സിന് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ 10 യൂട്ടിൽസ് കിട്ടും. വൈക്ക് ചെലവാക്കിയാൽ 9 യൂട്ടിൽസേ കിട്ടുള്ളൂ. മൂന്നാമത്തെ രൂപ അദ്ദേഹം ഗുഡ് എക്സിന് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ 8 യൂട്ടിൽസേ കിട്ടുള്ളൂ. നേരെ മറിച്ച് ഗുഡ് വൈക്ക് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 9 യൂട്ടിൽസ് കിട്ടും. നാലാമത്തെ രൂപ അദ്ദേഹം 4ഉം 5ഉം അദ്ദേഹം എന്തിനു ചെലവാക്കും? ഗുഡ് എക്സിനും ഗുഡ് വൈക്കും ചെലവാക്കും. കാരണം ഗുഡ് എക്സിന് നാലാമത്തെ രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ 8 യൂട്ടിൽസ് കിട്ടും. മനസ്സിലായോ? നേരെ മറിച്ച് പിന്നെ ഗുഡ് വൈക്ക് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗുഡ് വൈക്ക് അഞ്ചാമത്തെ രൂപയും ഗുഡ് വൈക്ക് മൂന്നാമത്തെ രൂപ അദ്ദേഹം 9 വൈക്ക് ചെലവാക്കും. 4ഉം 5ഉം 4 അദ്ദേഹം ഗുഡ് എക്സ് മേടിക്കും, 5ഉം അദ്ദേഹം ഗുഡ് വൈ മേടിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പരമാവധി സംതൃപ്തി അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് വൺ കമോഡിറ്റി. ഇനി അടുത്താണ് പറഞ്ഞത് കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് മൾട്ടി കമോഡിറ്റി. മൾട്ടി കമോഡിറ്റി മീൻസ് ദ ലോ ഓഫ് എക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ലൈനിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് അദ്ദേഹം വിവിധ വസ്തുക്കൾക്ക് അദ്ദേഹം പൈസ ചെലവാക്കുമ്പോൾ ദ ലാസ്റ്റ് റുപ്പി വിച്ച് ഈ സ്പെൻഡ്സ് ഓൺ വേരിയസ് കമോഡിറ്റീസ്, അവസാനത്തെ രൂപ ഏതെല്ലാം വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നുവോ അതിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത ഈ 2 യൂണിറ്റിൽ നിന്നും കിട്ടുന്ന ഉപയുക്തത പരമാവധി ആയിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലായോ? No, the model works under the assumption of limited income of the consumer. അയാൾക്ക് പല പല സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ വരുമാനം the limited scarce, the scarce are the means, limited means, scarce resources. അപ്പൊ അയാളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്. ഈ പണം കൊണ്ട് 2 എണ്ണം മേടിക്കണം. അപ്പൊ 2ൽ നിന്ന് അദ്ദേഹം ചെലവാക്കുമ്പോൾ 2 ഗുഡ 3 ഗുഡ മേടിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓരോ ഗുഡിൽ നിന്നും ചെലവാക്കുന്ന പൈസയിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി പരമാവധിയായിരിക്കും. അപ്പൊ
ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അരി അവർക്ക് വലിയ പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ അവർ അരി ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ പൈസ ചിലവാക്കും. കറിക്ക് ചിലപ്പോൾ കുറച്ച് പൈസ കുറച്ച് ചിലവാക്കും. ഇലക്ട്രിസിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഫ്യൂവൽ ലൈറ്റിംഗ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അതനുസരിച്ച് ചിലവാക്കാം. കാരണം ഒരു മാസത്തെ ബഡ്ജറ്റ് കൊണ്ട് ഇതെല്ലാം നിൽക്കണം. കിട്ടുന്ന പൈസ കൊണ്ട് അരി മാത്രം മേടിച്ച് മാറ്റി ഒരു കാര്യം കാണില്ല. Education has become very, very expensive now. A child has become very expensive now. പണ്ട് കൂടുതൽ ആളുകൾക്ക് ഫാമിലിയിൽ കൂടുതൽ മക്കളുണ്ടായി. കാരണം the marginal cost addition, ഒരു കുട്ടിയും കൂടെ ആ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു അഡീഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സീറോയാണ്. മൂത്ത കുട്ടിയുടെ ഡ്രസ്സ് എടുത്ത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മൂത്ത കുട്ടിയുടെ ഡ്രസ്സ് എടുത്ത് രണ്ടാമത്തെ കുട്ടിക്ക് ഉപയോഗിക്കും. വലിയ ഗ്യാപ്പൊന്നും ഇല്ല. ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിയായിട്ട് വലിയ ഗ്യാപ്പൊന്നും ഇല്ല. പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഉള്ള പൈസ കംപ്ലീറ്റ് കൊണ്ട് നമുക്ക് ഒരു സാധനത്തിന് വേണ്ടി ചെലവാക്കണമെങ്കിൽ മറ്റു സാധനം ഒന്നും മേടിക്കാൻ പറ്റില്ല. ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർക്കുന്നുണ്ടാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എല്ലാ സാധനവും വേണം. കുട്ടികളുടെ വിദ്യാഭ്യാസം വേണം, ലൈറ്റ് വേണം, അതേപോലെ തന്നെ മറ്റു സാധനങ്ങൾ മേടിക്കണം, ആവശ്യങ്ങൾക്ക് പോകണം, നിത്യേന ചെലവ് നടത്തണം. അപ്പൊ അദ്ദേഹത്തിന്റെ വരുമാനം കുറച്ച് ഒരു ആളുടെ മാത്രം സിംഗിൾ എഞ്ചിൻ എന്ന് പറയാനാ ഒരാളുടെ മാത്രം വരുമാനം ഉണ്ടെങ്കിൽ ആ വീട്ടമ്മ ഇതെല്ലാം കൈകാര്യം ചെയ്യും. ആരുടെ എപ്പോഴും പോയി കൈ നീട്ടാൻ ചിലപ്പോൾ ചില മാസങ്ങളിൽ ചിലപ്പോൾ ഉദ്ദേശിക്കാത്ത ചില ചിലകളൊക്കെ ചിലപ്പോൾ അമ്മ അടുത്ത കൂട്ടുകാരത്തെ എനിക്കൊരു 100 രൂപ താ, അല്ലെങ്കിൽ എനിക്കൊരു 1000 രൂപ താന്ന് പറയും. ഇല്ലേ? എല്ലാ മാസവും അവർ ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് 100 രൂപ ആരോ പറഞ്ഞ പോലെ കൊച്ചിയിൽ 100 രൂപ കിട്ടുന്നവനും 10,000 രൂപ കിട്ടുന്നവനും 1 കോടി കിട്ടുന്നവനും ജീവിക്കാം. അതനുസരിച്ചുള്ള മാർഗങ്ങളുണ്ട്. അപ്പൊ 100 രൂപ കിട്ടുന്നവൻ എങ്ങനെ ജീവിക്കുന്നു ചോദിക്കരുത്. മനസ്സിലായേ? ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ലാത്ത സമയത്താണ്. ഐ വാസ് ബോൺ വെൻ ദർ വാസ് ഓൾ ഇന്ത്യ റേഡിയോ, ബട്ട് ഐ ഡിഡ് നോട്ട് ഹാവ് എ റേഡിയോ ഇൻ മൈ ഹൗസ്. കുട്ടികൾ കേൾക്കനോട്ട് ഇമാജിൻ സാറ് എങ്ങനെ ജീവിച്ചെന്നാണ് ചോദിക്കുന്നത് ഈ സമയത്ത്. ഞാൻ പറഞ്ഞു നിങ്ങളെക്കാട്ടും സമാധാനത്തോടെ ഞാനിപ്പോൾ കിടന്നുറങ്ങുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായി. അപ്പൊ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ദ മോഡൽ വർക്ക്സ് അണ്ടർ ദ ലിമിറ്റഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആണ്. അത് മാത്രമല്ല ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് ദ കമ്മോഡിറ്റീസ്. ഓരോ സാധനം മേടിക്കുന്നതോറും നമുക്ക് അതിൻ്റെ ഉപയുക്തത കുറഞ്ഞു വരും. അപ്പൊ ലിമിറ്റഡ് ഇൻകം, അത് മാത്രമല്ല ഓരോ വസ്തു മേടിക്കുന്നതോറും കൂടുതലായിട്ട് നമുക്ക് അതിന്റെ ഉപയുക്തത കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ച് മേടിക്കണം. ഓണത്തിനൊക്കെ ആളുകൾ പോയി പച്ചക്കറി മേടിക്കുന്നതൊക്കെ കാണുമ്പോൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പച്ചക്കറി കഴിക്കുന്നവരെ മേടിക്കുന്നത്. അപ്പൊ ആവശ്യത്തിൽ കാരണം കുറച്ച് കളയുമ്പോൾ നിങ്ങൾ അതെടുത്ത് പിറ്റേത്ത് വെളിയിലെടുത്ത് കളയും, തെങ്ങിന്റെ തൊട്ടികൾ എടുത്ത് കളയും. അത്ര ആവശ്യമില്ല. ബട്ട് പീപ്പിൾ ബൈ. ഇതൊക്കെ അറിയാം. ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി കൂടുതൽ കമ്മോഡിറ്റീസ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത കുറവായിരിക്കും. അപ്പൊ ഈ വിൽ സ്പെൻഡ് മണി ഓൺ കമ്മോഡിറ്റീസ് വിച്ച് ഈൽഡ്. അപ്പൊ ഒരു പിന്നെ കൺസ്യൂമർ മാക്സിമൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കൺസ്യൂമർ, അദ്ദേഹത്തിന്റെ ഉപയുക്തത മാക്സിമൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കൺസ്യൂമർ, ഈ വിൽ കൺസ്യൂം ഈ വിൽ സ്പെൻഡ് ഹിസ് മണി ഇൻകം ഇൻ സച്ച് എ വേ ദാറ്റ് he will spend his first money in such a way that it gives the maximum or highest utility. ആദ്യത്തെ പൈസ ചെലവാക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പോകുന്നത് ഏറ്റവും കൂടുതൽ ഉപയുക്തത കിട്ടുന്ന സാധനത്തെ ഒരു കുടുംബത്തെ സംബന്ധിച്ചത് ഏതാണ് ആ വസ്തുവായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് അവർ പൈസ ചെലവാകുന്നതും ആദ്യമായിട്ട് കൊണ്ട് പൈസ ചെലവാക്കുന്നതും. പിന്നെ അതിനു ശേഷം സെക്കൻഡ്. ഞാൻ പറഞ്ഞില്ലേ, എഡ്യൂക്കേഷൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കുട്ടികൾ വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും, എനിക്ക് അത് വേണം ഇത് വേണം. എങ്ങനെ മോനെ നാളെ തരാം, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് ഇന്ന് വേണം. അങ്ങനെ ശാഠ്യം പിടിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇതെല്ലാം കണക്കിലെടുക്കണം. കറണ്ട് കാശ് കെട്ടിയില്ലെങ്കിൽ ഫീസ് ഒരുക്കൊണ്ടു, വാട്ടർ ചാർജ് കെട്ടിയില്ലെങ്കിൽ അവർ അത് കണക്ട് ചെയ്യും. മനസ്സിലായോ? കേബിളിന് കെട്ടിയില്ലെങ്കിൽ അത് ഇത് ചെയ്യും. പേപ്പറുകാരന് കാശ് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം പേപ്പർ ഇടില്ല. പാലുകാരന് കാശ് കൊടുത്തില്ലെങ്കിൽ പേപ്പർ. ഇതെല്ലാം അവർ മീറ്റ് ചെയ്യണം. അപ്പൊ ഏതാണ് അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് അവർ ചെലവാക്കുക, മാക്സിമൈസും യൂട്ടിലിറ്റി അനുസരിച്ച് അവർ ചെലവാക്കുക. ഫൈനലി എ കൺസ്യൂമർ വിൽ റീച്ച് ഈസ് ഇക്വിലിബ്രിയം when the last rupee spent on different commodities will yield equal. അപ്പൊ whenever a consumer has an income and when he spends on different commodities, he should spend in such a way that the marginal utility that is derived from the last rupee that he spends on different commodities will yield the same or equal level of satisfaction. And the principle of
Equi-marginal. Equi means equal. Equi-marginal utility means നമ്മുടെ കൈവശം 100 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ വിപണിയിൽ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ രൂപ നമ്മൾ ചെലവാക്കുമ്പോൾ അതനുസരിച്ച് ആദ്യത്തെ ഏറ്റവും കൂടുതൽ ഉപയുക്തത കിട്ടുന്ന നമ്മൾ അത് മേടിക്കും, രണ്ടാമത് അത് മേടിക്കും, യൂട്ടിലിറ്റി കുറവുള്ളത് മേടിക്കും, അങ്ങനെ മേടിച്ച് ഓരോ രൂപയും നമ്മൾ ചെലവാക്കുമ്പോൾ നമ്മൾ പറയും ഓക്കെ 5 കിലോ അരി മതി, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. മറ്റു പലവ്യഞ്ജന സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കും, അത് കുറച്ച് മേടിക്കും. കാരണം റിസോഴ്സസ് ആർ സ്കേഴ്സ്, പണം നമ്മുടെ കയ്യിൽ കുറവാണുള്ളത്, ലിമിറ്റഡ് ഇൻകം ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ വിവിധ സാധനങ്ങൾ, ഒരു തീപ്പെട്ടിക്കും നമുക്ക് ആവശ്യമാണ്, പക്ഷെ തീപ്പെട്ടിക്കും പൈസ ചെലവാക്കണം. അത് ചിലപ്പോൾ 10 പൈസ ചെലവാക്കും. ആ 10 പൈസയുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ 1 രൂപയുടെ യൂട്ടിലിറ്റി നമുക്ക് കിട്ടുമെങ്കിൽ 1 രൂപ ചെലവാക്കുക. Therefore, we will get the maximum benefit from that. സോപ്പ് വേണം, ഡിറ്റർജൻസ് വേണം, ഇങ്ങനെ ഇഷ്ടംപോലെ ഒരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ, നിങ്ങളൊക്കെ ചെറുപ്പമാണ്, കുടുംബമായിട്ട് താമസിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ അമ്മമാരോ അപ്പന്മാരൊക്കെ പോയി വിപണിയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. ഇതാണ് equi-marginal utility. രണ്ട് മീറ്റിംഗ് പോയിന്റ്. ദിസ് ഈസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് കമോഡിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ കമോഡിറ്റി. മീറ്റിംഗ് പ്ലേസ് ഈസ് ഇ, where marginal utility of price x divided by the marginal utility of x divided by the price of y, it should be equal to marginal utility of y divided by the price of y is equal to the marginal utility of z divided by the price of z is equal to the marginal utility of m, means marginal utility of money. എത്ര രൂപയാണ് നിങ്ങൾ ചെലവാക്കിയിരിക്കുന്നത്, ഓരോന്നിനും നിങ്ങൾ ചെലവാക്കിയിരിക്കുന്നതിൻ്റെ കിട്ടുന്ന നിങ്ങളുടെ മാർജിനൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ പ്രൈസ്, എത്ര രൂപയാണ് നിങ്ങൾ ചെലവാക്കിയിരിക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി, ആദ്യത്തെ കമ്മോഡിറ്റി, രണ്ടാമത്തെ കമ്മോഡിറ്റി, മൂന്നാമത്തെ കമ്മോഡിറ്റി, നാലാമത്തെ കമ്മോഡിറ്റി, അതിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിക്ക് തുല്യമായിരിക്കണം. ദിസ് ഈസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി. ഇത് MUX മീൻസ് ഇത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഓഫ് കമ്മോഡിറ്റി എക്സ്, margin utility of money y, and meeting point is this. Therefore, this is the case of equi-marginal utility. Okay, ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, the MU margin derived from good x, margin utility of money derived from good y. ഇത് ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു. 1 രൂപ ചെലവാക്കുമ്പോൾ 12 എണ്ണം, 2 രൂപ ചെലവാക്കുമ്പോൾ 10 എണ്ണം, 3 രൂപ ചെലവാക്കുമ്പോൾ 9 എണ്ണം പരമാവധി കിട്ടുന്നത്. നാലാമത്തത് അഞ്ചാമത്തത് നമ്മൾ ചെലവാക്കുമ്പോൾ 8 വെച്ച് കിട്ടുകയും ചെയ്യും. Therefore, we are ലാസ്റ്റ് മണി നമ്മൾ ചെലവാക്കുക, 5ാമത്തെ രൂപ നമ്മൾ ചെലവാക്കുമ്പോൾ നമുക്ക് കിട്ടിയത് 8 ആണ്, 4ാമത്തെ ചെലവാക്കിയപ്പോഴും നമുക്ക് കിട്ടിയത് 8 ആണ്. മനസ്സിലായോ? അപ്പോൾ കൺസ്യൂമർ വിത്ത് ഹിസ് ഗീവൺ ഇൻകം he should be very very careful and should spend his money in such a way the utility that is derived from the last unit of money is equal or is same. Then each commodity is, ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ, MU last rupee of money, commodity is same, MU falls as consumption, margin utility falls. Number 8 is a downward stopping curve. ഇതെല്ലാം പറഞ്ഞാൽ MU from last rupee, 5th rupee spent on commodity Y gives the same satisfaction as the 8th utils as given by the rupee, that the 4th unit by X. അപ്പോൾ എക്സിന് നമ്മൾ ചെലവാക്കി 4ാമത്തെ രൂപ ചെലവാക്കിയപ്പോൾ 8 യൂട്ടിൽസ് കിട്ടി. മനസ്സിലായോ? മറ്റേ പിന്നെ 4ാമത്തെ യൂണിറ്റിന് നമ്മൾ വൈയിൽ ചെലവാക്കിയപ്പോഴും നമുക്ക് വൈ കിട്ടി. മാർജിൻ യൂട്ടിലിറ്റി ഓഫ് കമോഡിറ്റി ഫോൾസ് ആസ് കൺസംപ്ഷൻ ഇൻക്രീസസ്. ഇനി ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവാണ്. നമുക്കറിയാം, ഒരു കൺസ്യൂമർ കൂടുതൽ സാധനങ്ങൾ മേടിക്കും തോറും അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ ഉപയുക്തത അത് താഴേക്ക് വരും. ഇറ്റ് വിൽ ഗോ ഓൺ ഡിമിനിഷിങ്. സോ ഇറ്റ് ഈസ് ഓൺലി അറ്റ് എ ഡിമിനിഷിങ് പ്രൈസ് അറ്റ് വിച്ച് ദ കൺസ്യൂമർ വുഡ് ലൈക്ക് ടു ഡിമാൻഡ് മോർ ആൻഡ് മോർ. അപ്പൊ പ്രൈസ് കുറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് മേടിക്കുള്ളൂ. നോക്കിക്കൊള്ളുക, OP1 ഈസ് ദ പ്രൈസ്. അദ്ദേഹം മേടിക്കുന്നത് OX ആണ്. അപ്പൊ കമ്പയർഡ് വിത്ത് ദിസ് ദ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് 1 rupee of Y is 1. Again, okay, when price is P2, പ്രൈസ് P1 നിന്ന് P2 ആയിട്ട് കുറയുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി വർദ്ധിച്ചു. ഓക്കെ, മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി, മാർജിൻ യൂട്ടിലിറ്റി ഓഫ് ദാറ്റ് കമ്മോഡിറ്റി ഓൾസോ ഇൻക്രീസസ്. Then third one, when the price is decreased from P2 to P3, നമുക്കറിയാം പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി കൂടും. പക്ഷെ ക്വാണ്ടിറ്റി കൂടുതൽ മേടിക്കും തോറും
മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. കൂടുതൽ വസ്തുക്കൾ മേടിക്കുന്തോറും മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്തു വരും. നോക്കിയാൽ നെഗറ്റീവ് പറഞ്ഞു ഓർക്കുന്നുണ്ട. ഒരു വസ്തു നമ്മൾ കൂടുതൽ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവൽ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിർബന്ധിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് യൂട്ടിലിറ്റി വരും. അപ്പോൾ ഇതൊരു എക്വിറ്റി മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു ഇതാണ് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് ഈസ് ഓൾസോ സെയിം ആസ് ദിസ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കർവ്. കാരണം പ്രൈസ് കൂടുതലാണെങ്കിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറവ് സാധനം മേടിക്കുമ്പോൾ നമുക്ക് യൂട്ടിലിറ്റി കുറഞ്ഞ് മാത്രമേ കിട്ടുള്ളൂ. കൂടുതൽ സാധനം മേടിക്കുന്നതോറും യൂട്ടിലിറ്റി കുറഞ്ഞു വരും, കൂടി വരില്ല. ഇത് ഇത്രയും കിട്ടി, രണ്ടാമത് ഇത്രയും കിട്ടി, മൂന്നാമത് ഇത്രയും കിട്ടി, യൂട്ടിലിറ്റി ഇത്രയും മാത്രമേ കിട്ടിയുള്ളൂ. Therefore, utility also, diminishing margin utility means as we consume more and more of a same commodity, the utility that is derived from that consumption of that particular commodity will start decreasing. അതുകൊണ്ടാണ് ഡെറിവേഷൻ. ഡിമാൻഡ് കർവ് ഓൾസോ ക്യാൻ ബി ഡിറൈവ്ഡ് വെൻ പ്രൈസ് ഇസ് OP1 കുറച്ച് മേടിക്കുന്നുണ്ട്, പ്രൈസ് OP2 ആകുമ്പോൾ കൂടുതൽ മേടിക്കുന്നുണ്ട്, പ്രൈസ് OP3 ആകുമ്പോൾ കൂടുതൽ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡ് കർവ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്. സെയിം വേ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എസ് കർവ് ഈസ് ഓൾസോ എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. കൺസ്യൂമർ സർപ്ലസ് ഇത് വളരെ ഇതാണ്. 46 ഒരു കൺസ്യൂമർ സർപ്ലസ് മീൻസ് മനസ്സിലായോ? നമുക്ക് ഒരു ഇപ്പം നിങ്ങൾക്ക് 10 പൈസക്കൊക്കെ കോളുണ്ട്, ഇന്റർനാഷണൽ കോൾ പോലെ നിങ്ങൾ വാട്സാപ്പിൽ കൂടി വിളിക്കണേ. നിങ്ങൾ അവിടെ വരെ പോയി നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് ചിലവാകും? മനസ്സിലായോ? ഒരു ഫുട്ബോൾ കളി 12 മണിക്ക് ഫുട്ബോൾ കളിച്ചതിന് ശേഷം നിങ്ങൾ ഒരു കടയിൽ ചെല്ലുന്നത് നിങ്ങൾ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന്. പക്ഷെ അയാൾ പറയാൻ നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ പറയാം എത്ര രൂപ? 5 രൂപ. ഓ, യു ആർ പ്രിപ്പേർഡ് ടു പേ 10 rupees. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ എത്ര കൊടുക്കുന്നുണ്ട്? 5 രൂപ കൊടുക്കുന്നുള്ളൂ. ഈ 5 രൂപയാണ് നിങ്ങളുടെ മിച്ചമാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ 15 രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ വില്ലിംഗ് ആണ്, 20 രൂപ കൊടുക്കാൻ വില്ലിംഗ് ആണ്, നിങ്ങൾ 15 രൂപ അയാൾ ചോദിക്കുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത നമ്മൾ പറയുന്നത് എന്താണ്? കൺസ്യൂമർ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ, ലോകത്തിന് എല്ലാത്തിനകത്തും നമുക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്. വാട്ട് വി പേ സേ 8 rupees. 8 രൂപ കൊണ്ട് നമുക്ക് എല്ലാം നമുക്ക് 10 രൂപ വരെ കൊടുക്കാൻ തയ്യാറാണ്. മനസ്സിലായോ? 10 രൂപ വരെ കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ 20 രൂപ വരെ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് 8 രൂപയാണ്. അപ്പൊ നമ്മളുടെ എന്താണ്? അക്കോർഡിംഗ് ടു മാർഷൽ നോക്കിക്കോ, it is the difference between what one is willing to pay and what he actually pays. ഞാൻ I am willing to pay. ഫുട്ബോൾ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന് ഞാൻ 20 രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ 12 രൂപ മേടിക്കുന്നുള്ളൂ. അപ്പൊ എൻ്റെ മനസ്സിലുണ്ടായ അതിന്റെ സർപ്ലസ്, എനിക്ക് 8 രൂപ ലാഭം കിട്ടി. അതിനെ പറഞ്ഞത് കൺസ്യൂമർ സർപ്ലസ്. ഡയഗ്രാം ഉണ്ട്, ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അത് തിരിയില്ല. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, പ്രൈസ് OP ആണ്, ഇത്രയുമാണ്. മനസ്സിലായോ? നിങ്ങൾ ഇത്രയും വരെ നിങ്ങൾ പ്രൈസ് കൊടുക്കാൻ, OD വരെ നിങ്ങൾ പ്രൈസ് കൊടുക്കാൻ നിങ്ങൾ വില്ലിംഗ് ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P ആണ്. അത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട പ്രൈസ് OP 1 യൂണിറ്റ്. നേരെ മറിച്ച് നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ 3 പേരും കൊണ്ട് കുടിക്കുന്ന നിങ്ങൾ മൊത്തത്തിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് OPSM. ഇത്ര നിങ്ങൾ പ്രൈസ് കൊടുക്കും, OP നിങ്ങൾ കൊടുക്കുമ്പോൾ ഇത്ര നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കൺസ്യൂമർ സർപ്ലസ് എന്താണ്? ഈ ട്രയാങ്കിൾ DPS എന്താണ്? ദ കൺസ്യൂമർ വാസ് വില്ലിംഗ് ടു പേ അപ് ടു OD, പക്ഷേ ഈ പേസ് ഓൺലി അപ് ടു OP. അപ്പോൾ എന്താണ്? വാട്ട് ഈസ് the difference between what a consumer is willing to pay and what he actually pays is known as consumer surplus. ഇനി അതിൻ്റെ ക്രിറ്റിസിസമാണ്. കാരണം മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി ഈസ് ഇംപ്രാക്ടിക്കബിൾ. ദെൻ ഡിമാൻഡ് ഈസ് ബേസ്ഡ്, യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്. അത് തെറ്റാണ്. ആക്ച്വൽ പ്രാക്ടീസ് യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ യൂട്ടിലിറ്റി സൈക്കോളജിക്കൽ ഫിനോമിന സബ്ജക്റ്റീവ് ആണ്. മെഷേർഡ് ഇൻ ക്വാണ്ടിറ്റി ടേംസ് അത് നടക്കില്ല. കൺസ്യൂമേഴ്സ് ആർ ഓൺലി ഏബിൾ ടു കമ്പയർ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം, സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം, അല്ലാതെ നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റുകയില്ല. ദാറ്റ്സ് ഓൾ. Then wrong assumptions of independent utilities. These are all നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ഏതാണ്? നമസ്കാരം.